കഥയാരംഭിക്കുന്നത് ഒരു എയർപോർട്ടിൽ നിന്നുമാണ്. എയർപോർട്ടിൽ പതിവ് പോലെ ചെക്കിംഗ് പ്രോസസ്സുകൾ നടക്കുന്നു. ആ സമയം അവിടുത്തെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ മാല എന്ന സ്ത്രീ തനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരം പുറപ്പെടാനൊരുങ്ങി നിന്ന കൊഹിനൂർ എയർലൈൻസിന്റെ ക്യാപ്റ്റന് പുറപ്പെടാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. വൈകാതെ വിമാനത്തിലേക്ക് ഡോഗ് സ്ക്വാഡും മറ്റ് മെമ്പേഴ്സുമായി SI മാല എത്തിച്ചേരുകയാണ്. അവിടെ നിന്നും സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ആയിട്ടുള്ള ഗീത, ജാസ്മിൻ, ദിവ്യ എന്നിങ്ങനെ 3 എയർ ഹോസ്റ്റസുകളെ അറസ്റ്റ് ചെയ്തവർ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവർ സ്വർണം കടത്തുന്നു എന്ന സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് കനത്ത പരിശോധനയും ആരംഭിക്കുകയാണ്. ഈ സമയം ദിവ്യയുടെ പഴയകാലത്തെപ്പറ്റി നമ്മോട് സംസാരിക്കുന്നു. പഠനത്തിൽ ഏറെ മിടുക്കിയായ, അത്ലറ്റിക്സിലും ഏറെ കഴിവുകളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. ഒരു ഗ്രാമത്തിലായിരുന്നു അവൾ താമസിച്ചിരുന്നതും. അവിടെ ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു. പഴയ ആ എയർപോർട്ടിൽ ഇപ്പോൾ വിമാനങ്ങളൊന്നും ലാൻഡ് ചെയ്യാറില്ല. എന്നെങ്കിലും ഒരു പൈലറ്റ് ആകണമെന്നും അവിടെ ഒരു വിമാനം ഇറക്കണമെന്നും ദിവ്യയുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ പഠനത്തിൽ മികവ് തെളിയിച്ച അവൾ തന്റെ ഫാമിലിക്കൊപ്പം നഗരത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഫാമിലിയുടെ സഹായത്തോടെ അവൾ പൈലറ്റ് ആവാൻ പഠിക്കാനും ചേർന്നു. മികച്ച മാർക്കിലൊക്കെ പാസ്സായെങ്കിലും അവൾ പാസ്സായപ്പോഴായിരുന്നു മൊത്തത്തിൽ എക്കണോമിക് ക്രൈസിസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൈലറ്റ് ജോലി കരസ്ഥമാക്കാൻ അവൾക്ക് സാധിച്ചില്ല. അതേസമയം അവൾക്ക് ക്യാബിൻ ക്രൂ മെമ്പറായി, എയർ ഹോസ്റ്റസായി ജോലി ലഭിക്കുകയും ചെയ്തു. വീട്ടിലുള്ളവരോട് താനിപ്പോഴും പൈലറ്റായാണ് ജോലി നോക്കുന്നത് എന്ന് ധരിപ്പിച്ച് നുണകൾ പറഞ്ഞ് എയർ ഹോസ്റ്റസിന്റെ ജോലി ചെയ്ത് അവൾ ജീവിക്കുകയാണ്. ദിവ്യയുടെ അച്ഛനും അമ്മയ്ക്കും അനിയനും അവൾ ഇപ്പോൾ ഒരു ക്യാബിൻ ക്രൂ മെമ്പറാണ് എന്ന കാര്യം അറിയില്ല. ദിവ്യയുടെ അനിയന്റെ പേരിൽ ഒരു ഹാക്കർ ആയതുകൊണ്ട് തന്നെ പോലീസ് കേസൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് വീട്ടിൽ അവനെ വലിയ മതിപ്പുണ്ടായിരുന്നില്ല. ദിവ്യയായിരുന്നു പാരന്റ്സിന്റെ ബെസ്റ്റ് ചൈൽഡ്. മാത്രമല്ല അവൾക്ക് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുമുണ്ട്. അതുകൊണ്ട് ദിവ്യ തന്റെ കള്ളങ്ങൾ പല ഇരട്ടിയായി വർദ്ധിപ്പിച്ച് ക്യാബിൻ ക്രൂ മെമ്പറായിട്ടുള്ള തന്റെ ജീവിതം തുടർന്നു പോന്നു. കഥ അവിടെ നിന്നും ഗീതയിലേക്ക് തിരിയുന്നു. ഗീത തന്റെ ഹസ്ബൻഡായ അരുൺ സേത്തിക്കൊപ്പമാണ് ജീവിക്കുന്നത്. സേത്തി ബ്രദേഴ്സ് വളരെയധികം സമ്പന്നരായിരുന്നു. ആ കാലത്ത് ഗീത ഒരു ഹൗസ് വൈഫായി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. അവർക്ക് ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. പക്ഷേ സേത്തി ബ്രദേഴ്സിനിടയിൽ പ്രശ്നമുണ്ടായി. അരുൺ സേത്തി പുറത്താക്കപ്പെട്ടു. ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് അവർ വന്നതോടെ ഗീത ഒരു എയർ ഹോസ്റ്റസായി മാറുകയായിരുന്നു. നിലവിൽ എയർ ഹോസ്റ്റസായി ജോലി നോക്കിക്കൊണ്ട് തന്റെ ഭർത്താവ് അരുൺ സേത്തിയെ ഗീത സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി എയർ ഹോസ്റ്റസ് ജോലി നോക്കുന്ന അവർക്ക് തന്റെ PF ഫണ്ട് പിൻവലിച്ച് ആ വലിയ തുക കൊണ്ട് ഭർത്താവിനൊപ്പം ഗോവയിൽ പോയി ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കണം എന്നതാണ് ആഗ്രഹം. കിട്ടിയ പണം മുഴുവൻ അതിനായി ഗീത ചേർത്തു വെക്കുമായിരുന്നു. ഗീതയുടെ പാരന്റ്സ് മരണപ്പെട്ടതാണ്. ഗീതയ്ക്ക് ഒരു അനിയനുണ്ട്. അനിയൻ വിവാഹിതനുമാണ്. പക്ഷേ ഒട്ടും കാര്യപ്രാപ്തിയില്ലാത്ത, എപ്പോഴും പ്രശ്നമുണ്ടാക്കി നടക്കുന്ന ഒരു പയ്യനായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അനിയന്റെ തലവേദനയും ഗീതയ്ക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു. പലപ്പോഴും അനിയന്റെ ചിലവുകൾക്കും ഗീതയ്ക്ക് പണം കൊടുക്കേണ്ടി വന്നു. കഥ അവിടെ നിന്നും ജാസ്മിനിലേക്ക് തിരിയുന്നു. ചെറുപ്പത്തിലെ ജാസ്മിന്റെ പാരന്റ്സ് ഡിവോഴ്സ് ആയതാണ്. അതോടെ റിലേഷൻഷിപ്പുകളിലുള്ള വിശ്വാസം ജാസ്മിന് നഷ്ടപ്പെട്ടിരുന്നു. മുത്തച്ഛന്റെ സംരക്ഷണത്തിലായിരുന്നു ജാസ്മിൻ വളർന്നത്. ദാരിദ്ര്യത്തിൽ വളർന്ന അവൾക്ക് പണമാണ് എല്ലാത്തിന്റെയും അവസാന വാക്ക് എന്ന ചിന്താഗതി വന്നു. പണമുണ്ടെങ്കിൽ എല്ലാ സന്തോഷവും വന്നുചേരും എന്നായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നതും. അതിനുവേണ്ടി അവൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും അവൾക്ക് വേണ്ട ഒരു ഇൻവെസ്റ്ററെ കിട്ടിയില്ല. പല ഘട്ടങ്ങളിലും അവൾ പരാജയപ്പെട്ടു. ഒടുവിൽ മുമ്പോട്ടുള്ള ജീവിതത്തിനായി അവൾ ഒരു ക്യാബിൻ ക്രൂ മെമ്പറായി മാറുകയായിരുന്നു. കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. SI മാല 3 പേരെയും ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് സ്വർണം കടത്തിയത്, സ്വർണം എവിടെ എന്നായിരുന്നു ചോദ്യം ചെയ്യൽ. തങ്ങൾക്കൊന്നും അറിയാത്ത പോലെ അവർ തിരികെ ബിഹേവ് ചെയ്തു. കഥ അവിടെ നിന്നും 6 മാസം മുമ്പിലേക്ക് പോകുന്നു. കൊഹിനൂർ എന്ന എയർലൈൻസിലായിരുന്നു അവർ 3 പേരും ജോലി നോക്കിയിരുന്നത്. കൊഹിനൂർ എയർലൈൻസ് കഴിഞ്ഞ 6 മാസത്തോളമായി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് ഫ്ലൈറ്റ് കഴിയുമ്പോൾ ഡോളേഴ്സിൽ ടിപ്പ് കിട്ടും. അത്യാവശ്യം ഒരു എമൗണ്ട് ഉള്ളതുകൊണ്ട് ആ എമൗണ്ട് കൊണ്ടായിരുന്നു അവർ തങ്ങളുടെ ജീവിത ചെലവുകൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. തന്റെ PFനെ പറ്റിയും ശമ്പളത്തെ പറ്റിയും ഗീത ആശങ്കപ്പെട്ടിരുന്നു. ജാസ്മിന്റെയും ദിവ്യയുടെയും കാര്യവും മറ്റൊന്നായിരുന്നില്ല. സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡന്റ് രാജവൻഷിയുമായി ഗീത അതിനെപ്പറ്റി സംസാരിച്ചു. മുമ്പും ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ദിവാലിയോടെ ബോണസ് അടക്കം ചേർത്ത് എല്ലാവരുടെയും ശമ്പളം കിട്ടും എന്നാ HR മിറ്റൽ പറഞ്ഞിരിക്കുന്നത് എന്നും രാജവൻഷി ഗീതയെ അറിയിച്ചു. ഏവരും ആ പ്രതീക്ഷയിൽ മുമ്പോട്ട് ജീവിക്കുകയാണ്. പ്രായമൽപ്പം അധികരിച്ചതുകൊണ്ടും മറ്റൊരു ജോലി കിട്ടാൻ പ്രയാസമായതുകൊണ്ടും കൊഹിനൂർ എയർലൈൻസ് വിട്ടുപോകാൻ അവർക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവരുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന കാലം ഒരു ദിവസം പെട്ടെന്ന് ഫ്ലൈറ്റിൽ വെച്ച് രാജവൻഷിക്ക് അറ്റാക്ക് വന്ന് മരണപ്പെടുകയാണ്. അതോടെ പുറപ്പെട്ട ഫ്ലൈറ്റ് തിരികെ ലാൻഡ് ചെയ്യിക്കാൻ തീരുമാനമായി. CPR കൊടുക്കാൻ വേണ്ടി ദിവ്യ പറഞ്ഞതും ഗീത അതിന് ശ്രമിക്കുന്നു. രാജവൻഷിയുടെ കോട്ടും ഷർട്ടും അഴിച്ചതും അവർ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. പ്രത്യേകം തയ്യാറാക്കിയ ജാക്കറ്റിൽ
രാജവൻഷി സ്വർണം കടത്തുകയായിരുന്നു. പൊതുവെ ലക്ഷറിയോട് വലിയ താല്പര്യമുള്ള അല്പം മോശന സ്വഭാവമൊക്കെയുള്ള ജാസ്മിന് അത് കണ്ട് അതിൽ നിന്ന് ചില സ്വർണ്ണക്കെട്ടുകൾ അടിച്ചു മാറ്റിയാലോ എന്ന ആശയം വരുന്നുണ്ട്. പക്ഷേ ഗീതയും ദിവ്യയും അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. പിടിക്കപ്പെട്ട വലിയ പ്രശ്നമാകും എന്നൊക്കെയായിരുന്നു അവരുടെ കൺസേൺ. അതോടെ മനസ്സില്ലാ മനസ്സോടെ ജാസ്മിനും ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയാണ്. വൈകാതെ വിമാനം ലാൻഡ് ചെയ്തു. സ്വർണമടങ്ങിയ ജാക്കറ്റോടുകൂടി രാജവൻഷിയുടെ മൃതദേഹം കസ്റ്റംസ് ഏറ്റെടുത്തു. ആ സമയമാണ് അവിടെ വെച്ച് പുതിയ കസ്റ്റംസ് ഓഫീസർ ജയ് കടന്നുവരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ദിവ്യയെ കാണുന്നതും ജയ് തിരിച്ചറിഞ്ഞു. ഇരുവർക്കും പണ്ട് തൊട്ടേ പരിചയമുണ്ടായിരുന്നു. കോളേജ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടക്കുന്ന സമയം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ദിവ്യക്കെതിരെ റഫറി ഫൗൾ വിളിച്ചു. ദിവ്യ റഫറിയെ ചാടിപ്പിടിച്ച് അതിനെതിരെ പ്രതികരിച്ചു. അതുകണ്ട് ജയ് അവളിൽ അട്രാക്റ്റഡ് ആയിരുന്നു. ഇരുവരും ഒന്നിച്ച് അന്ന് സംസാരിക്കുകയും പിന്നീട് ഇന്റിമേറ്റ് ആവുകയും ഒക്കെ ചെയ്തു. ആ മീറ്റിംഗിന് ശേഷം ഇരുവരും ഇന്നാണ് നേരിട്ട് പിന്നീട് കാണുന്നത്. അവർ പരിചയം പുതുക്കി. ജയ്വീറിന് ദിവ്യയ്ക്കുമേൽ അപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. ദിവ്യയാകട്ടെ പക്ഷെ അതിൽ നിന്നും ചെറുതായൊന്ന് ഒഴിഞ്ഞുമാറാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. വൈകാതെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. സ്വർണം കടത്തി രാജവൻഷി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നില്ല, മറിച്ച് ഫ്ലൈറ്റ് പോവുകയായിരുന്ന അൽബുർജിലേക്ക് അയാൾ അത് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. അതെന്തിനാണ് എന്നൊരു പിടിയും കസ്റ്റംസ് ഓഫീസേഴ്സിനും കിട്ടുന്നില്ല. ശമ്പളവും ബോണസും ഒക്കെ കുറഞ്ഞതോടെ മൂവരുടെയും ജീവിതം കൂടുതൽ കഷ്ടത്തിലേക്ക് നീങ്ങുകയാണ്. ജാസ്മിന് വാടക കൊടുക്കാൻ പോലും പണം തികയാത്ത അവസ്ഥ വന്നു. മുത്തച്ഛൻ തന്റെ ഗോൾഡ് റിംഗ് അവൾക്ക് പണയം വെക്കാൻ കൊടുത്തു. ദിവ്യയുടെ പാരന്റ്സ് ആകട്ടെ കാറ് വിറ്റ് അവളുടെ EMI അടച്ചു. ഗീതയ്ക്കാണെങ്കിൽ തന്റെ സ്വപ്നങ്ങളൊന്നും നടക്കുന്നുമുണ്ടായിരുന്നില്ല. ജീവിത ചെലവുകളും വർദ്ധിച്ചു വരുന്നു. അങ്ങനിരിക്കെയാണ് ആ വാർത്ത അവരെ തേടി എത്തുന്നത്. അവർ വർക്ക് ചെയ്യുന്ന കൊഹിനൂർ എയർലൈൻസ് ബാങ്ക്രപ്റ്റ് ആകാൻ പോകുന്നു, ജപ്തി ചെയ്യപ്പെടാൻ പോകുന്നു എന്ന വാർത്തയായിരുന്നു അത്. ഉള്ള ജോലി കൂടി ഇല്ലാതായാൽ എല്ലാം തകിടം മറിയും. അത്രയും മാസത്തെ ശമ്പളവും കിട്ടിയിട്ടില്ല എന്നതവരെ പാനിക്കാക്കി. പക്ഷേ കൊഹിനൂർ എയർലൈൻസിന്റെ മുതലാളി ചെയർമാൻ വിജയ് വാലിയെ ആകട്ടെ വളരെ ഇന്നസെന്റ് ആയ ഒരു മനുഷ്യനെ കൂട്ട് ബിസിനസ്സിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, ഇതൊന്നും വിഷയമല്ല, ഇതൊക്കെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യും എന്നൊക്കെ പബ്ലിക്കിലേക്ക് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഗീതയ്ക്ക് അതിൽ ഉറപ്പ് കിട്ടണമായിരുന്നു. ഗീത അതുകൊണ്ട് HR മാനേജർ മിറ്റലിനെ ചെന്ന് കണ്ടു. മിറ്റൽ കടക്കെണിയല്ല എന്ന് പറഞ്ഞൊഴിയാനൊക്കെ ശ്രമിച്ചെങ്കിലും അബദ്ധത്തിൽ സത്യം പറഞ്ഞു പോവുകയാണ്. എയർലൈൻസ് തകരാൻ പോവുകയാണ് എന്നറിഞ്ഞതും ഗീത വല്ലാതെ ഷോക്കാകുന്നുണ്ട്. ശമ്പളവും PF ഒന്നും കിട്ടില്ല എന്ന ഘട്ടം. അതോടെ ദിവ്യയെയും കൂട്ടി എയർലൈൻസ് വെയർഹൌസിൽ നിന്ന് അവിടെയുള്ള വസ്തുക്കൾ മോഷ്ടിച്ച് അത് വിറ്റ് ഉള്ള പണമെടുക്കുവാൻ വേണ്ടി ഗീത പോവുകയാണ്. ജാസ്മിനും അങ്ങോട്ടേക്ക് വന്നെത്തി. ആകെ തകർന്നിരുന്ന ഗീത താനറിഞ്ഞ സത്യം അവരോടും കൂടി വെളിപ്പെടുത്തുകയാണ്. ആ സമയം ജാസ്മിൻ തനിക്ക് തോന്നിയ ഒരു ആശയം മുമ്പിലേക്ക് വെച്ചു. നമ്മൾ കടക്കിണിയിലും ശമ്പളമില്ലാതെയും ജീവിക്കുമ്പോ സ്വർണം കടത്തുകയായിരുന്ന രാജവൻഷി ലാവിഷായിട്ടാ ജീവിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും അതെങ്ങനെയാന്ന് മനസ്സിലായിരുന്നില്ല. നമുക്ക് മുമ്പിലും രാജവൻഷിയുടെ ഓഫറുണ്ട്. രാജവൻഷി സ്വർണം കടത്തിയിരുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് കണ്ടെത്തിയാൽ നമുക്കും അത് ചെയ്ത് വേണ്ട പണമുണ്ടാക്കാം. ആദ്യം ദിവ്യയും ഗീതയും അതിനെ എതിർത്തെങ്കിലും തങ്ങളുടെ സാഹചര്യങ്ങളും മറ്റും ചിന്തിച്ചപ്പോ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നവർ കരുതുകയാണ്. പക്ഷേ എങ്ങനെ രാജവൻഷിയുടെ കോണ്ടാക്റ്റിനെ കണ്ടെത്തും എന്നതായിരുന്നു അവരുടെ മുമ്പിലെ പ്രതിസന്ധി. ആ സമയം ജാസ്മിൻ താൻ മോഷ്ടിച്ചിരുന്ന രാജവൻഷിയുടെ മൊബൈൽ ഫോൺ പുറത്തെടുത്തു. ഓരോ തവണയും അൽബുർജിൽ എത്തിക്കഴിഞ്ഞാൽ രാജവൻഷി ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമായിരുന്നെന്നും ആ നമ്പർ നോക്കിയാൽ നമുക്ക് ആളെ കിട്ടും എന്നും ജാസ്മിൻ പറയുകയാണ്. പിന്നാലെ അവർ ആ നമ്പറിലേക്ക് രാജവൻഷിയുടെ ഫോണിൽ നിന്ന് തന്നെ കോൾ ചെയ്തു. കോൾ എടുത്തതാകട്ടെ HR മാനേജർ മിറ്റലിന്റെ ഭാര്യ സുധയായിരുന്നു. മിറ്റലിന്റെ സൗണ്ടും സംസാരവും കൂടി കേട്ടതോടെ സ്വർണ്ണക്കടത്തിന് പിന്നിൽ നിന്ന് രാജവൻഷിക്കൊപ്പം പ്രവർത്തിച്ചിരുന്നത് HR മിറ്റലാണ് എന്നവർ തിരിച്ചറിയുന്നു. അതോടെ അവർ HR മിറ്റലിനെ ചെന്ന് കാണുകയാണ്. മിറ്റലിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തങ്ങൾക്കും ആ അവസരം തരണം എന്നവർ ആവശ്യപ്പെടുന്നു. ആദ്യം മിറ്റൽ അതിനൊന്നും മടിച്ചെങ്കിലും തന്റെ രണ്ടാം ഭാര്യ സുധയ്ക്ക് മുമ്പിലും പോലീസിന് മുമ്പിലും താൻ പിടിക്കപ്പെടും എന്ന പേടി വരുന്നതോടെ മിറ്റൽ അവർക്ക് അവസരം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഒരു കാർഡ് കൊടുത്ത് കാർഡുള്ള ഇടത്തേക്ക് വരുവാൻ മിറ്റൽ അവരോട് ആവശ്യപ്പെടുകയാണ്. അവർ അവിടെ ചെന്നപ്പോൾ കണ്ടത് സ്വർണ്ണക്കട്ടികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മിറ്റലിന്റെ തട്ടകമായിരുന്നു. മിറ്റൽ അതിൽ നിന്നും 12 കിലോഗ്രാം ഗോൾഡ് അവർക്ക് കൈമാറുകയാണ്. ഇത് അൽബുർജിലെത്തിക്കണം എന്നും അവരോട് പറഞ്ഞു. അല്പം ഭയത്തോടെയെങ്കിലും അവരാ ദൗത്യം ഏറ്റെടുക്കുകയാണ്. പക്ഷേ എങ്ങനെ സ്വർണം കടത്തും? സാധാരണ രീതികളൊക്കെ അവർ ചിന്തിച്ചു. പക്ഷെ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് രാജവൻഷിയുടെ കേസോടെ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ സമയം അവർ മിഠായി കഴിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നുന്നത്. മിഠായിയുടെ രൂപത്തിലാക്കി സ്വർണം കടത്തിയാലോ എന്നതായിരുന്നു അത്. ഗോൾഡ് ഒരുക്കി ഉണ്ട രൂപത്തിലുള്ള മിഠായിയുടെ വലിപ്പത്തിലേക്കാക്കി അതിനു മുകളിൽ മുഴുവനായും ചോക്ലേറ്റ് ഒഴിച്ച് ഒറിജിനൽ മിഠായി പോലെ പൊതിഞ്ഞ് അവർ തങ്ങളുടെ ആദ്യ ദൗത്യം ആരംഭിച്ചു. അല്പം
ഒപ്പം ഭയം നിറഞ്ഞ പല സിറ്റുവേഷനും ഉണ്ടായെങ്കിലും ഒടുവിൽ അവർ അതിൽ വിജയിക്കുകയാണ്. പണവും അവരെ തേടി എത്തിത്തുടങ്ങി. അതോടെ അവരുടെ ജീവിതവും മെച്ചപ്പെടാൻ ആരംഭിച്ചു. എയർപോർട്ടിൽ ക്ലീനിംഗ് ജോലി ചെയ്യുന്ന ഒരു ലേഡിയുമായി ജാസ്മിന് പരിചയമുണ്ടായിരുന്നു. പാവപ്പെട്ട അവരെ ജാസ്മിൻ ഇടയ്ക്ക് പണം കൊടുത്ത് സഹായിക്കും. പണം കൂടുതലായി വന്നു തുടങ്ങിയതോടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പതിയെ പതിയെ സോൾവായി തുടങ്ങി. ജാസ്മിന് താൻ ആഗ്രഹിച്ച പോലെ കുറച്ചൊക്കെ റിച്ചായി ജീവിക്കാൻ സാധിച്ചു. ദിവ്യ കൃത്യമായി ലോൺ അടച്ചു. കുടുംബത്തിലേക്കൊരു കാർ വാങ്ങി. ഗീതുവാകട്ടെ കിട്ടുന്ന പണത്തിന്റെ ഭൂരിഭാഗവും തങ്ങളുടെ റെസ്റ്റോറന്റിനായി സേവ് ചെയ്തു വെച്ചു. ഒരിക്കൽ കസ്റ്റംസിന്റെ മുമ്പിൽ അവർ ചെന്ന് പെട്ടതായിരുന്നു. ഭാഗ്യവശാൽ ജയ് അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ജയ്ക്ക് ദിവ്യയുടെ മേലുള്ള താല്പര്യം മുതലെടുത്ത് അവർ കസ്റ്റംസ് ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. അതിന്റെ ഫലമായി ദിവ്യയും ജയ്യും ഒരു ഡേറ്റിന് പോവുകയും ചെയ്തു. താല്പര്യമില്ലാതാണ് ദിവ്യ പോകുന്നതെങ്കിലും ജയ്യോട് ദിവ്യയ്ക്ക് പതിയെ പതിയെ ഒരടുപ്പം തോന്നുന്നുണ്ട്. മറുവശത്ത് എയർലൈൻസ് കൂടുതൽ കഷ്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സ്വർണം കടത്തി നല്ല രീതിയിൽ പണം കിട്ടി ജീവിക്കുന്ന 3 പേരുടെ അവസ്ഥ പോലായിരുന്നില്ല മറ്റ് ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന്റേത്. അവരുടെ ജീവിതം താളം തെറ്റിത്തുടങ്ങി. കൂട്ടത്തിലുള്ള സിംഗിൾ മദറായ കോമളിന്റെ മകൻ സ്കൂളിൽ നിന്ന് ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് പുറത്താക്കപ്പെടും എന്ന ഘട്ടം പോലും എത്തി. കഥ പ്രസന്റിലേക്ക് വരുന്നു. സ്വർണം കടത്തിയെന്ന സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 എസ് ഐ മാല ചോദ്യം ചെയ്യുന്നു. ജാസ്മിന്റെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും അവളുടെ റിച്ച് ലൈഫുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അതൊക്കെ ആളുകൾക്ക് മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ ജാസ്മിൻ എടുത്ത് പോസ്റ്റ് ചെയ്തതാണെങ്കിലും അതെല്ലാം കസ്റ്റംസ് തെറ്റിദ്ധരിച്ചിരുന്നു. അതൊക്കെ അത്തരത്തിൽ ആളുകളെ പറ്റിക്കാൻ താൻ വലിയ കാറുകൾക്ക് മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ് എന്നൊക്കെ ജാസ്മിനും ഗീതയും മറുപടി കൊടുത്തെങ്കിലും കസ്റ്റംസ് അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. കൂട്ടത്തിൽ ഒരു പാർട്ടി പിക്കും അവർക്ക് മുമ്പിലേക്ക് കാണിച്ചു. 2 ദിവസം മുമ്പുള്ള ഒരു പാർട്ടിയുടെ പിക്കായിരുന്നു അത്. പണം വന്നു തുടങ്ങിയതോടെ അടുത്ത സുഹൃത്തുക്കളായ അവർ 3 പേരും ജാസ്മിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പബ്ബിൽ പോയിരുന്നു. വില കൂടിയ വസ്തുക്കളൊക്കെ കഴിച്ച് വലിയ ഷാമ്പയിൻ ബോട്ടിൽ വാങ്ങി അവർ അന്ന് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അന്ന് തിരിച്ചു പോരുന്ന വഴിയിൽ അത്തരത്തിൽ കോമൾ അവരെ കാണുകയും ചെയ്തു. സഹപ്രവർത്തകർ ഇങ്ങനെ ശമ്പളമില്ലാതെ എങ്ങനെ പണത്തിൽ ജീവിക്കുന്നു എന്ന് കോമളിന് തീർച്ചയായും സംശയം തോന്നിയിരിക്കാം. അതിന്റെ അടുത്ത ദിവസമായിരുന്നു എസ് ഐ മാലയ്ക്ക് സ്വർണ്ണക്കടത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അങ്ങനായിരുന്നു എസ് ഐ മാല ക്യാബിൻ ക്രൂ മെമ്പേഴ്സായ ഗീതയെയും ജാസ്മിനെയും ദിവ്യയെയും അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും. തുടർച്ചയായ ചോദ്യം ചെയ്യലിലും കസ്റ്റംസിന് വിവരമൊന്നും ലഭിച്ചില്ല. പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. കാര്യം എന്തെന്നാൽ വിമാനം പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ ക്യാപ്റ്റനെ കോണ്ടാക്ട് ചെയ്ത് കസ്റ്റംസ് വിമാനം തിരിച്ചു വിളിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ സംശയം തോന്നിയ ഗീതയും ജാസ്മിനും ദിവ്യയും ചേർന്ന് തങ്ങളുടെ പക്കലുള്ള മുഴുവൻ സ്വർണവും വിമാനത്തിനകത്ത് ഒരിടത്ത് സുരക്ഷിതമായി ഒളിപ്പിച്ചിരുന്നു. തെളിവുകൾ ഒന്നുമില്ല എന്ന ഘട്ടം എത്തിയതും ജയ്യുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ദിവ്യയ്ക്കുള്ളതുകൊണ്ടും അവർ മോചിതരാവുകയാണ്. പുറത്തെത്തി തിരികെ പോകുമ്പോൾ കോമളാണ് തങ്ങളെ ഒറ്റിയത് എന്ന് ജാസ്മിൻ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ദിവ്യ അതിനെ എതിർത്തു. അതോടെ അവർക്കിടയിൽ വാക്കുതർക്കം സംഭവിക്കുകയാണ്. പരസ്പരം 3 കുറ്റപ്പെടുത്തി. അതോടെ അവരുടെ സൗഹൃദത്തിലും ഒരു വിള്ളൽ വീണു. 3 അന്ന് 3 വഴിക്കായി പിരിഞ്ഞുപോയി. പിന്നീട് അങ്ങോട്ടേക്ക് അവർ പരസ്പരം സംസാരിക്കുകയോ പഴയ പോലെ കൂട്ടുകാരായി തുടരുകയോ ചെയ്തില്ല. ഇതിനിടയിൽ അവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളും വർദ്ധിച്ചു വന്നു. ഗീതയുടെ അനിയന്റെ ഭാര്യ വിദേശത്ത് ജോലിക്കായി പോയിരുന്നു. ഗീതയുടെ അനിയൻ മുഴുക്കുടിയനായി. വീട്ടിലെത്തി ഗീതയുടെ ഭർത്താവിനെ ചീത്ത വിളിച്ചതോടെ ദേഷ്യപ്പെട്ട ഗീത അവനെ തല്ലുകയും വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു. മറുവശത്ത് ദിവ്യ എയർ ഹോസ്റ്റസ് ആണെന്ന കാര്യം ദിവ്യയുടെ അനിയൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ദിവ്യ അവനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. നല്ലവനായ അവളുടെ അനിയനും കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും പാരന്റ്സിനെ അറിയിക്കണ്ട എന്നവൻ ദിവ്യയോട് പറഞ്ഞു. ഇതിങ്ങനെ തുടർന്നു പോകട്ടെ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. ഈ സമയത്തായിരുന്നു മറ്റൊന്നുകൂടി സംഭവിക്കുന്നത്. അവർ വിമാനത്തിൽ ഒളിപ്പിച്ച സ്വർണം ക്ലീനിങ്ങിനിടയിൽ താഴെ വീഴുകയും കസ്റ്റംസ് പിടിച്ചെടുക്കുകയും ചെയ്തു. തെളിവില്ലാതെ അന്നവർ 3 രക്ഷപ്പെട്ടെങ്കിലും അവരാണ് അതിനു പിന്നിൽ എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അതോടെ ജയ് ദിവ്യയെ വിട്ടകന്നു. പഴയ നേർമാർഗമുണ്ടായിരുന്ന ഫൗള് വിളിച്ചതിന് റഫറിയെ തല്ലിയ ആ പെൺകുട്ടി എവിടെയെന്ന് ദിവ്യയുടെ മുഖത്ത് നോക്കി ജയ് ചോദിച്ചു. മറുവശത്ത് ജാസ്മിൻ ഒരു ബിസിനസ് മീറ്റിംഗിലായിരുന്നു. തന്റെ കമ്പനിക്കായി ഒരു ഇൻവെസ്റ്ററിനെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ആ കോൾ വരുന്നത്. മുത്തച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു. ജാസ്മിൻ ആകെ തകർന്നുപോയി. ജാസ്മിൻ ആകെയുള്ള ഒരു ബന്ധമായിരുന്നു അത്. ഒരു മരണം ഏതിനെയും ഒന്നിപ്പിക്കുമല്ലോ. ജാസ്മിന്റെ ജീവിതത്തിലേക്ക് ഗീതയും ദിവ്യയും അതോടെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. മുത്തച്ഛന്റെ മരണം ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നതിലേക്ക് അവരെ എത്തിപ്പിക്കുകയും അവരുടെ സൗഹൃദം വീണ്ടും അതിലൂടെ പുനരാരംഭിക്കുകയും ചെയ്തു. ആ സമയത്താണ് മറ്റൊന്നുകൂടി സംഭവിക്കുന്നത്.
കൊഹിനൂർ എയർലൈൻസ് കടക്കെണിയിൽപ്പെട്ട് ജപ്തി ചെയ്യപ്പെട്ടു. മുതലാളി വിജയ് വാലിയ ഗവൺമെന്റിനെയും ബാങ്കിനെയും കബളിപ്പിച്ച് വിദേശത്തേക്ക് കടക്കുകയും അവിടെ ലക്ഷറി ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ശമ്പളമൊന്നും കിട്ടാത്ത, ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ജോലി ചെയ്തിരുന്ന ക്യാബിൻ ക്രൂ സ്റ്റാഫ് വല്ലാതെ നിരാശരായിരുന്നു. കോമളിന്റെ മകനെ സ്കൂളിൽ നിന്ന് ഫീസ് അടയ്ക്കാതെ പുറത്താക്കിയിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ഗീതയും ദിവ്യയും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് അവരൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്. കോമളല്ല അവരെ കസ്റ്റംസിന് ഒറ്റിക്കൊടുത്തതെന്ന കാര്യം. അതോടെ തങ്ങളെ ഒറ്റിക്കൊടുത്തത് ആരാണ് എന്നതിനെപ്പറ്റിയുള്ള സംസാരം അവർ മൂന്നുപേരുടെയും ഇടയിലേക്ക് വരുന്നു. അവരുടെ അന്വേഷണത്തിൽ മുൻ കൊഹിനൂർ എയർ ഹോസ്റ്റസ് ആയിരുന്ന HR മിറ്റലിന്റെ രണ്ടാം ഭാര്യയായ സുധയാണ് അത് ചെയ്തത് എന്നവർ തിരിച്ചറിയുന്നു. സുധയെ പിടിച്ച് അവർ ചോദ്യം ചെയ്തു. സുധ അത് സമ്മതിച്ചു. കാര്യങ്ങളും അവരോട് വ്യക്തമായി പറഞ്ഞു. HR മിറ്റൽ വിജയ് വാലിയയുടെ കയ്യാളായിരുന്നു. വിജയ് വാലിയ ഗവൺമെന്റിനെയും ബാങ്കിനെയും പറ്റിച്ച പണമാണ് സ്വർണ്ണക്കടത്ത് മുഖേന അവർ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടിരുന്നത്. ഏകദേശം 3000 കോടി രൂപയോളം അവരത്തരത്തിൽ കടത്തിയിട്ടുണ്ട്. വിജയ് വാലിയയ്ക്ക് വലങ്കയ്യായി നിന്ന മിറ്റൽ വിജയ് വാലിയക്കൊപ്പം അൽബുർജിലേക്ക് താമസം മാറ്റി. അവിടെ ഒരു വെള്ളക്കാരിയെ കെട്ടി ജീവിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു. അതറിഞ്ഞതോടെയായിരുന്നു സുധ വിജയ് വാലിയക്കൊരു പണി കൊടുക്കുവാൻ കസ്റ്റംസിന് സ്വർണം കടത്തുന്ന കാര്യം ഒറ്റിയത്. പക്ഷേ അത് കടത്തുന്ന അവർ മൂവരും പിടിപ്പെടും എന്ന കാര്യം ആ സമയം സുധ ചിന്തിച്ചിരുന്നുമില്ല. സുധ അവരോട് ക്ഷമ ചോദിച്ചു. ദേഷ്യത്തോടെയാണെങ്കിലും സുധയോട് അവർ ക്ഷമിക്കുകയാണ്. പക്ഷേ തങ്ങളുടെ ശമ്പളപ്പണം അടക്കം ഗവൺമെന്റിനെയും ഒക്കെ പറ്റിച്ചാണ് സാധുവായി ഇവിടെ അഭിനയിച്ച വിജയ് വാലിയ തങ്ങളെ തന്നെ ഉപയോഗിച്ച് സ്വർണമായി അയാളുടെ പണം കടത്തിയത് എന്നത് അവരെ കുറ്റബോധത്തിലാഴ്ത്തുന്നു. വിജയ് വാലിയോട് അവർക്ക് വലിയ ദേഷ്യവും രൂപപ്പെടുന്നുണ്ട്. അയാൾക്കൊരു പണി കൊടുക്കണം. നമ്മളെ ഉപയോഗിച്ച് കടത്തിയ സ്വർണം അയാളിൽ നിന്ന് വീണ്ടെടുത്ത് തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്ന് ദിവ്യ അഭിപ്രായപ്പെടുന്നു. ഗീതയും അതിനൊപ്പം നിന്നു. പക്ഷെ അതൊന്നും പോസിബിൾ അല്ല എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. പക്ഷേ തനിക്ക് എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ എന്ന് ഗീതയ്ക്കുണ്ടായിരുന്നു. ഗീത അതുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് അൽബുർജിലേക്ക് പറന്നെത്തുന്നു. ആദ്യഘട്ടത്തിൽ മിറ്റലിനെ ഫോളോ ചെയ്ത് സ്വർണമടങ്ങിയ സ്യൂട്ട് കേസ് മുഴുവൻ എവിടെയാണ് എന്ന കാര്യം അവർ ഉറപ്പിക്കുന്നുണ്ട്. ആ സമയമായിരുന്നു വിജയ് വാലിയയുടെ വിവാഹ ചടങ്ങുകളും നടക്കാൻ പോകുന്നത്. ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പരിപാടികൾ നടക്കുക. അവിടാണ് വിജയ് വാലിയയും അയാളുടെ കുടുംബവും മിറ്റലുമൊക്കെ താമസമാക്കിയിരിക്കുന്നതും. സ്വർണമടങ്ങിയ പെട്ടികൾ മിറ്റൽ എത്തിച്ചിരിക്കുന്നതും അതേ ലക്ഷറി ഹോട്ടലിലേക്കായിരുന്നു. മിറ്റലിനെ പിന്തുടർന്നെത്തിയ 3 പേരും അത് മനസ്സിലാക്കുന്നുണ്ട്. വിജയ് വാലിയയുടെ മുറിയിൽ കടന്ന് സ്വർണപ്പെട്ടികൾ മോഷ്ടിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുവേണ്ടി അവർ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. അതിനായി ആദ്യം ആ ഹോട്ടലിൽ ഒരാൾക്ക് ജോലി കിട്ടണം. അതെങ്ങനെ സംഘടിപ്പിക്കും എന്ന് ചിന്തിച്ചപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന തന്റെ അനിയന്റെ ഭാര്യയുടെ കാര്യം ഗീത ഓർക്കുന്നത്. ഗീതയുടെ സഹായത്തോടെ ഒരാൾക്ക് കുറച്ചധികം പണം നൽകി ഗീതയവിടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്കായി കയറുന്നു. അടുത്തതായി അവർക്ക് മുമ്പിലുള്ള പ്രതിസന്ധി അവർ മുറിയിൽ കടന്ന് പെട്ടിയെടുക്കുമ്പോൾ CCTV ക്യാമറകൾ ഓഫായിരിക്കണം. അതിനെന്താണ് വഴിയെന്ന് ചിന്തിക്കുമ്പോൾ ദിവ്യ ഹാക്കറായ തന്റെ സഹോദരന്റെ കാര്യമോർത്തു. സഹോദരനോട് ദിവ്യ റിക്വസ്റ്റ് ചെയ്തു iPhone വാങ്ങിക്കൊടുക്കണം എന്ന കണ്ടീഷനുമേൽ സഹോദരനും അവരെ സഹായിക്കാം എന്ന് സമ്മതിക്കുകയാണ്. ദിവ്യയും അതേ ഹോട്ടലിൽ ക്ലീനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്കായി കയറിയിരുന്നു. വൈകാതെ അവരൊന്നിച്ച് പ്രവർത്തിച്ച് CCTV കൺട്രോളുള്ള വ്യക്തിയുടെ ഡീറ്റെയിൽസും മറ്റും അനിയന്റെ ജോലി എളുപ്പമാക്കാൻ അവനായി എടുത്തുകൊടുത്തു. പക്ഷേ അവർക്ക് മുമ്പിലേക്ക് ഒരു പ്രതിസന്ധി എത്തിച്ചേരുകയാണ്. വിജയ് വാലിയുള്ളത് പ്രസിഡൻഷ്യൽ സ്യൂട്ടിലാണ്. അതിനകത്തേക്ക് ഹൗസ് കീപ്പിംഗ് ആളുകൾക്ക് പോലും അവിടുത്തെ താമസക്കാർ അനുവദിക്കാതെ കയറുവാൻ സാധിക്കില്ല. അതിനുള്ള സ്പെഷ്യൽ കീ വിജയ് വാലിയയുടെ പക്കൽ മാത്രമാണ് ഉണ്ടാവുക. അത് കരസ്ഥമാക്കിയാലേ മുറിയിൽ കടന്ന് അവർക്ക് സ്വർണമടങ്ങിയ സ്യൂട്ട് കേസുകൾ മോഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അവരാകെ പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. ഒടുവിൽ അതിനവരെ സഹായിക്കാൻ പറ്റുന്ന ഒരാൾക്കടുത്തേക്ക് പോകുവാൻ അവർ തീരുമാനിക്കുന്നു. അത് മിറ്റലായിരുന്നു. പഴയ HR മാനേജർ വിജയ് വാലിയയുടെ വലങ്കയ്യായ മിറ്റൽ തന്നെ. മിറ്റലിനെ ഭീഷണിപ്പെടുത്തിയും തങ്ങളെ സഹായിച്ചാൽ മിറ്റലിന് നല്ലൊരു ശതമാനം തരാം എന്ന ഓഫർ വെച്ചും അവർ മിറ്റലിനെ കൺവിൻസ് ചെയ്യുകയാണ്. അതോടെ അവരുടെ മോഷണത്തിന് കൂട്ടുനിൽക്കാൻ മിറ്റലും തയ്യാറാകുന്നു. അപ്പോഴും വിജയ് വാലിയയുടെ പ്രസിഡൻഷ്യൽ സ്യൂട്ടിന്റെ കീ ഉള്ളത് അയാളുടെ പക്കലാണ്. അത് നേരിട്ടെടുക്കാനേ സാധിക്കൂ. ആ ദൗത്യം അവരേൽപ്പിക്കുന്നത് ജാസ്മിനെയായിരുന്നു. വിജയ് വാലിയയുടെ മകളുടെ വിവാഹ പാർട്ടി നടക്കുമ്പോൾ അണിഞ്ഞൊരുങ്ങി അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്ന ജാസ്മിൻ
പല വഴികളിലൂടെ പ്രവർത്തിച്ച് ഒടുവിൽ പ്രസിഡൻഷ്യൽ സ്യൂട്ടിന്റെ കീ കരസ്ഥമാക്കുന്നുണ്ട്. കീയുമെടുത്ത് ബാക്കി കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് അവർ സ്യൂട്ടിനകത്ത് കയറി തിരച്ചിൽ നടത്തി. പക്ഷേ അവിടെയുള്ള സ്യൂട്ട് കേസുകളിൽ സ്വർണം ഉണ്ടായിരുന്നേയില്ല. അവരുടെ ശ്രമം പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. അത്രയധികം ശ്രമിച്ചിട്ടും എല്ലാം പരാജയപ്പെട്ടല്ലോ എന്നോർത്തവർ നിരാശയിലാണ്ടു. അപ്പോഴാണ് ജാസ്മിൻ തന്റെ പ്ലാൻ ബി അവർക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. വിവാഹ ചടങ്ങുകൾ കഴിയുന്നതോടെ വിജയ് വാലിയയും മകളും മരുമകനും ഒക്കെ ചേർന്ന് കരീബിയൻ ഐലൻഡിലേക്ക് പോകുവാൻ അതും പ്രൈവറ്റ് ജെറ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പായും ആ സമയം സ്വർണവും അവർ അതിൽ കടത്തിക്കൊണ്ടുപോകും. ആ വിമാനത്തിൽ കടന്നുകയറി അവരെ മയക്കി ആ സ്വർണം കൊള്ളയടിക്കാം. വിജയ് വാലിയെയും കുടുംബത്തെയും ജെറ്റിൽ ഇന്ത്യയിലേക്കും കൊണ്ടുവരാം. നമുക്ക് വേണ്ട സ്വർണമെടുത്ത് ബാക്കി സ്വർണപ്പെട്ടികൾ ജെറ്റിൽ തന്നെ വെച്ച് കസ്റ്റംസിന് വിവരമറിയിപ്പിച്ച് അവരെ പിടിപ്പിക്കുകയും ചെയ്യാം എന്നതായിരുന്നു ആ പദ്ധതി. വിജയ് വാലിയ പിടികിട്ട പുള്ളിയും കൂടിയാണല്ലോ. ഒടുവിൽ അവർ ആ പ്ലാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനാദ്യമേ അവർ ചെയ്തത് വിജയ് വാലിയയുടെ പ്രൈവറ്റ് ജെറ്റിലെ എയർ ഹോസ്റ്റസുമാരെയും പൈലറ്റിനെയും കണ്ടെത്തി അവരെ ട്രാപ്പ് ചെയ്ത് ഒഴിവാക്കി ആ പൊസിഷനിലേക്ക് കയറുകയായിരുന്നു. ഗീതയും ജാസ്മിനും ഫ്ലൈറ്റ് അറ്റൻഡന്റായി പ്രൈവറ്റ് ജെറ്റിൽ കയറിയപ്പോൾ വിമാനം പറത്തുന്ന പൈലറ്റായി എത്തിയത് ദിവ്യയായിരുന്നു. ആദ്യമേ തന്നെ വിജയ് വാലിയക്കും കുടുംബത്തിനും കുടിക്കാൻ കൊടുത്ത ഡ്രിങ്ക്സിൽ അവർ മയക്കുമരുന്ന് കലർത്തി. പക്ഷേ വിജയ് വാലിയയുടെ മകൾ മാത്രം ഒന്നും കാര്യമായി കുടിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ മാത്രം മയക്കത്തിൽ പോയില്ല. പക്ഷേ വിജയ് വാലിയയുടെ മകൾ ഉറങ്ങിയ തക്കം നോക്കി അവർ ലഗേജ് ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുകയും സ്വർണമടങ്ങിയ പെട്ടികൾ കാണുകയും ചെയ്തു. പക്ഷേ അവരെ ഫോളോ ചെയ്ത് വിജയ് വാലിയയുടെ മകളും എത്തിയിരുന്നു. അവൾ തന്റെ അച്ഛനെയും മറ്റും വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മയക്കുമരുന്നിന്റെ ആലസ്യത്തിലായിരുന്നേ അവർ ഉണർന്നതേയില്ല. ഗീതയും ജാസ്മിനും വിജയ് വാലിയയുടെ മകളെ കെട്ടിയിട്ട് ബന്ദിയാക്കി. കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ കൈകളിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് പറത്തി കുറേയധികം കാലം പിന്നിട്ടതുകൊണ്ട് ദിവ്യയ്ക്കൊന്നും കൃത്യമായി പ്ലാൻ ചെയ്യാനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാനുവൽ ലാൻഡിംഗ് വേണ്ടിവരും. അസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഇടത്താണ് അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ദിവ്യ പണ്ട് ആഗ്രഹിച്ചിരുന്ന ദിവ്യയുടെ പഴയ ഗ്രാമത്തിലെ ഒഴിഞ്ഞ റൺവേയിൽ കുറച്ച് പ്രതിസന്ധികളോടെയാണെങ്കിലും കഷ്ടപ്പെട്ട് ദിവ്യയൊടുവിൽ സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. പിന്നാലെ സ്വർണമടങ്ങിയ 3 പെട്ടികൾ ഓരോരുത്തരും എടുത്ത് വിമാനത്തിൽ നിന്നിറങ്ങി രക്ഷപ്പെട്ടു. അതിനോടകം കസ്റ്റംസിനും മറ്റും വിവരവും ലഭ്യമായിരുന്നു. ദിവ്യയും ഗീതയും ജാസ്മിനും അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പുറകെ തന്നെ കസ്റ്റംസും പോലീസും അടക്കം വിമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ബാക്കിയുള്ള സ്വർണപ്പെട്ടികൾ അവർ കണ്ടെടുക്കുകയും വിജയ് വാലിയെയും കുടുംബത്തെയും അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മൂവർ സംഘത്തിന്റെ പദ്ധതി നല്ല രീതിയിൽ വിജയിച്ചിരുന്നു. സ്വർണപ്പെട്ടിയും വലിച്ച് മറുവശത്തേക്ക് അവർ എത്തുമ്പോൾ അവിടെ അവരെയും കാത്ത് ജയ് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൃത്യമായി നടക്കും എന്നുറപ്പായതോടെ ദിവ്യയായിരുന്നു ജയ്യെ വിളിച്ച കാര്യങ്ങൾ അറിയിച്ചത്. ജയ്ക്കും നല്ലൊരു ഷെയർ കിട്ടുമല്ലോ. അതുകൊണ്ട് ജയ്യും അവരുടെ കൂടെ കൂടി. പണം കിട്ടിയാൽ അത്രയ്ക്കൊന്നും കണ്ണുമഞ്ഞളിക്കാത്ത ആരാണുള്ളത്? ജയ്യുടെയും ദിവ്യയുടെയും ഉള്ളിലെ പ്രശ്നങ്ങളും അതോടെ ഇല്ലാതാവുകയായിരുന്നു. സ്വർണമടങ്ങിയ പെട്ടികളുമായി അവർ രക്ഷപ്പെട്ടുപോയി. അവർ മോഷ്ടിച്ചു കിട്ടിയ സ്വർണത്തിന്റെ ഒരു പങ്ക് തങ്ങളുടെ സഹപ്രവർത്തകരായിരുന്ന ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന് അവർ അയച്ചുകൊടുത്തു. അവരുടെ ശമ്പളത്തേക്കാൾ അധികം പണം അതിൽ നിന്നവർക്ക് ലഭിക്കുമായിരുന്നു. മിറ്റലിനും അവർ പറഞ്ഞ കൃത്യമായ ഷെയർ അവർ കൈമാറി. മിറ്റൽ തന്റെ 2ാം ഭാര്യ സുധയ്ക്കടുത്തേക്ക് മടങ്ങിയെത്തി. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്ന ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. കാര്യമായ ലോജിക്കൊന്നുമില്ലാത്ത രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.